എന്താ? അവൻ എന്നോട് എന്തൊക്കെയോ പറഞ്ഞു ചെന്ന് ചോദിക്കെന്താന്ന്. എന്താടാ? അവരോട് പോവാൻ പറ അച്ഛാ, എനിക്ക് കല്യാണം വേണ്ട. നിന്നോട് ചോദിച്ചിട്ടല്ലേ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചത്. നെക്കടി നോക്ക്, ഒരു പെണ്ണിനെ കണ്ട് നിശ്ചയിച്ചതിന് ശേഷം അവളെ വേണ്ടെന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല മോനെ. അത് വേണ്ട അച്ഛാ, ശരിയാവില്ല. എടാ വണ്ടി നിർത്തിക്ക്. എന്തുപറ്റി? നീ എന്ത് ഒറ്റയ്ക്ക് വരുന്നേ? അല്ല നിന്റെ ഫ്രണ്ട് എവിടെ? എനിക്കറിയില്ല. ശരി, എങ്ങോട്ടാ പോകണ്ടെന്ന് പറ, ഞാൻ ഡ്രോപ്പ് ചെയ്യാന്നേ. അതൊന്നും വേണ്ട, നിങ്ങൾ പോയിക്കോ. നീ ഇങ്ങനെ നടന്നു പോകുന്ന കാണുമ്പോ എനിക്ക് ഇങ്ങനെ ചുമ്മാ പോകാൻ പറ്റുമോ? വാ വണ്ടി കയറ്. ഹാ കേറുന്നേ, കേറ്, അകത്ത് കയറിയിരിക്കേ. എന്തെങ്ങനെ നോക്കിയിരിക്കുന്ന? എടുത്തടിക്ക്. എനിക്കൊന്നും വേണ്ട. എന്തോ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞില്ലേ, അത് പറയേ. ഒരു കാര്യം പറയട്ടെ, മരിച്ചുപോയ രത്നയും ഞാനും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് നിനക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഞാനായിരുന്നു അവനെ കൊല്ലേണ്ടത്. പക്ഷെ അത് ചെയ്ത് ഞാനല്ലോ. അവന്റെ അനിയത്തിയും നീയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അവൻ എന്നോട് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിനെ ചൊല്ലി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി. അപ്പോ ഞാൻ കൊന്നാണോ പറഞ്ഞു വരുന്നത്? ചേച്ചേ, അങ്ങനെയല്ല പറഞ്ഞേ. നീയും അല്ല ഞാനും അല്ല, മൂന്നാമതൊരാളാ ഇത് ചെയ്തേ. അവൻ ആരാണ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഞാനെന്താ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അവനെ പോയി കണ്ടുപിടിക്കാൻ. നമുക്ക് എന്തായാലും അത് കണ്ടുപിടിക്കണം. ഇന്ന് എന്നെ ചോദ്യം ചെയ്ത പോലീസുകാരെ നാളെ നിന്നെ ചോദ്യം ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ്? നിനക്കൊരു പ്രശ്നം വന്ന് എനിക്ക് ചുമ്മാതിരിക്കാൻ പറ്റുമോ? ചുറ്റി വിളച്ച കൊലക്കുറ്റം എന്റെ തലയിലാക്കിയിട്ട് താ സമാധാനമായിട്ട് ഇരിക്കാൻ നോക്കാണല്ലേ? എന്താ അല്ലേ ഈ മണ്ണാങ്കട്ടിക്കാണ് വിളിച്ചോണ്ടുന്നത്? ഇങ്ങനെയൊന്നും സംസാരിക്കരുത് കേട്ടോ. നീ സംസാരിക്കുന്ന ആരോടൊന്നറിയോ? ആരോട് സംസാരിച്ചാൽ എനിക്കെന്താ? വെറുതെ പോയിക്കൊണ്ടിരുന്നവനെ വിളിച്ചു വരുത്തിട്ട് അകത്തേക്ക് തള്ളാൻ ശ്രമിച്ചോണ്ടിരിക്കണോ? ഇതിന് മറ്റേ പണി പറ്റി. ഇത് ഞങ്ങളുടെ പ്രശ്നമല്ല, ഞങ്ങൾ നോക്കിക്കോളാം. സോറി. എന്താണ് നീ കാണിച്ചത്? ഇതാരാണെന്ന് അറിയാമോ? എന്റെ ഫ്രണ്ടിന്റെ അനിയനാ. അവനെ പോയാണ് അടിക്കുന്നേ. തേണ്ടി വിവരമില്ലാത്തവൻ. ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് ഇറ. നീ ആരാടാ? നിങ്ങൾ നീ ഇരിക്കനിയാ? ഹാ ഇരിക്കുന്നേ. എനിക്ക് വേണ്ട ചേട്ടാ. നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. എനിക്ക് വേണ്ട ചേട്ടാ. അടിക്കടാ, അടിക്കേ. ഇതൊന്ന് നോക്കി. നീയും വദനയും തമ്മിലുള്ള ബന്ധം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കണമെന്ന് കാണുന്നുള്ളത് കൊണ്ടാ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. പക്ഷെ ഇവിടെ വേറെന്തൊക്കെയോ സംഭവിച്ചു പോയി. ശരി, അതൊക്കെ വിട്. 2050 രൂപ. 50 രൂപ ഉണ്ടോടെ കയ്യില്? ഇവന്മാർക്ക് കൊടുത്താ പിന്നെ തിരിച്ചു കിട്ടത്തില്ല. നിന്റെ അടുത്തുണ്ട് 50 രൂപയ്ക്ക് ചേഞ്ച്? കാശില്ലാതിരുന്ന തന്നെ ടെൻഷനാ. ഇന്ന പിടിക്ക്. വേണ്ട ചേട്ടാ. ഹാ പിടിക്കാനല്ലേ പറഞ്ഞേ? വേണ്ട ചേട്ടാ. നീ എന്റെ ഫ്രണ്ടിന്റെ അനിയനാ, അതും കാശില്ലാതെ. വാ, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട അനിയ. വദന നിനക്കുള്ളത് തന്നെയാ. നിങ്ങൾ രണ്ടുപേരെ ഒന്നാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ നോക്കിക്കോളാം. എന്താ എന്തുപറ്റി മുരുക? അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോണം. അങ്ങനെയാണോ? ആ ശരി. ആ എടാ നോക്കിയേ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം. നിനക്ക് വീട്ടിൽ പോണ്ടേ? മുരുക ബൈക്കിന് ചാവിയെന്നേ. എന്നാ പിടിച്ചോ. വേണ്ട ചേട്ടാ. ആ വെച്ചോ, നിനക്കുള്ളതാ. വെച്ചോളൂ, വെച്ചോ. പിന്നെ കാണാം. നീ വണ്ടി കയറ്. ബൈ വദന. എടാ കുട്ടി, വണ്ടി ഒന്ന് നിർത്തിക്കേ. വദനയുടെ സ്കൂട്ടിയാണല്ലോ അത്. ആരേലും വലിച്ചോണ്ട് വന്നാണോ? എന്നാ ഞാൻ പോട്ടെ. വദനെ, മോളെ, എന്താ മോളെ ഇതൊക്കെ? നീയാണോ ഇങ്ങനെ ഇവിടെയൊക്കെ വന്ന് ആരെങ്കിലും കണ്ട? എടാ കുട്ടി, വിളിച്ചോണ്ട് പോടാ. ചെല്ലു മോളെ. അവന്റെ പെർമിഷൻ കിട്ടിയാലേ പോവുള്ളൂ. ചെല്ലു മോളെ.
മോനെ വേണ്ട, വിട്ടേക്ക്. ഇപ്പോഴത്തെ ഞങ്ങളുടെ സ്ഥിതിയിൽ നിങ്ങളുമായിട്ട് വഴക്കിടാനുള്ള ശക്തിയില്ല. അവളെ ഇനി നീ ഒരിക്കലും കാണാൻ ശ്രമിക്കരുത്. മോനോട് കേണ് അപേക്ഷിക്കുവാ ഞാൻ. ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് എന്നോട് ഒരു വാക്ക് പറഞ്ഞോ നീ? നമസ്കാരം ചേച്ചി, സുഖല്ലേ? നിങ്ങൾക്ക് എന്നോടിപ്പോ ഭയങ്കര ദേഷ്യമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ രത്നയെ കൊന്നത് ഞാനല്ലേ ചേച്ചി. അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ജയിലിലിരുന്നനെ. ആവശ്യമില്ലാത്ത പ്രശ്നത്തിന്റെ പേരിലാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുന്നേ. ചെറിയ കുട്ടിയെ ഇവളെ നന്നായി പഠിപ്പിച്ച് വലിയൊരാളാക്കണം. പിന്നെ വദനയെ അവള് സ്നേഹിച്ചവന്റെ കൂടെ തന്നെ അവളുടെ കല്യാണം നടത്തിക്കൊടുത്ത് അവളെയും സന്തോഷിപ്പിക്കണം. ഇതെല്ലാം മറന്ന് എല്ലാവരും ഇങ്ങനെ ദുഃഖിച്ചിരുന്നാൽ കോടതിയും കേസും ഒക്കെ ആയിട്ട് എല്ലാം നമ്മളെ നഷ്ടപ്പെടുത്തുന്നല്ലാതെ ആർക്കും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ കേസ് പിൻവലിക്കാൻ വേണ്ടി ഇതിലൊന്ന് ഒപ്പിട്ട് തന്നാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കാം. ചേട്ടാ, ആണുങ്ങളില്ലാത്ത സമയത്ത് വീട്ടിൽ പെണ്ണുങ്ങളോട് വന്ന് ഒപ്പ് മേടിക്കാതെ മര്യാദയ്ക്ക് പോയിക്കോ. നീയെല്ലാം കൂടിയാ ഈ കുടുംബത്തിന് ഈ നിലയിലാക്കിയത്. നിനക്ക് എന്തറിയാം? എനിക്കെല്ലാം അറിയാം. ചേച്ചി, നിങ്ങളുടെ ഒപ്പൊന്നും ഇടരുത്. എടാ ജെ.പി., ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഉടനെ കേറാൻ കാത്തിരിക്കായിരുന്നു. നീ ഇങ്ങോട്ട് കേറി ഉടനെ എനിക്ക് ന്യൂസ് കിട്ടിയടാ. ചേട്ടാ, കേസ് പിൻവലിക്കാൻ വേണ്ടി ചേച്ചിയോട് ഒപ്പ് മേടിക്കാൻ വന്നിരിക്കുക. തോന്നിയടാ, അതിനു വേണ്ടി നീ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിൻവലിക്കണോ അല്ലേ നിനക്ക്? കേസ് പിൻവലിക്കാൻ മനസ്സിലടാ. ഇറങ്ങിപ്പോടാ. ഇനിയും തന്റെ അഹങ്കാരത്തിനൊരു കുറവില്ലല്ലേ? തനിക്ക് തന്റേതായ ഭാര്യ മക്കളെ കൊണ്ടെങ്കിലല്ലേ ഈ കുടുംബത്തിനോട് സ്നേഹം ഉണ്ടാവുള്ളൂ. തനിക്ക് കുടുംബത്തിനെ കൊലയ്ക്ക് കൊടുക്കാതെ ഉറക്കം വരില്ലല്ലോ. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, ഈ കേസ് തീർത്ത് തന്നെയൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കും. അന്നറിയും ഞാൻ ആരാണെന്ന്. ഇറങ്ങിപ്പോടാ, എനിക്കറിയാം. വണ്ടി എടുക്കടാ. ഞാൻ ആരാണെന്ന് ഈ കളവനെന്ന് കാണിച്ചു കൊടുത്താലേ ബുദ്ധി വരൂ. എടാ കുട്ടി, സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തേക്കാം. അവനൊക്കെ എടുത്തു വെക്കട്ടെ. അപ്പോഴത്തേക്ക് ഞങ്ങൾ ചെന്ന് വാഴക്കൊലയും പച്ചക്കറിയൊക്കെ മേടിക്കട്ടെ. മോളെ, നീ എല്ലാവർക്കും സാരി എടുക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതും എടുത്തേക്കാം. ചോക്കോബാർ ഐസ്ക്രീം. അമ്മേ, ഐസ്ക്രീം. എടാ കുട്ടി, ചെന്ന് മോക്കൊരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തേ. ഞങ്ങൾ അകത്തുണ്ടാവും കേട്ടോ. ചെല്ലു മോളെ. വാ മോളെ. നിനക്ക് ഏത് ഐസ്ക്രീമാ വേണ്ട? അവിടെയുണ്ട്. ഓ, അവിടെയുണ്ട്. ഐസ്ക്രീം കഴിച്ചാൽ വയറ്റിൽ പുഴു ഉണ്ടാവട്ടോ. ചോക്കോബാർ കഴിച്ചാ പുഴു ഉണ്ടാവില്ല. ഓ, അങ്ങനെയാണോ? ഒരു ചോക്കോബാർ തരുമോ? ഓടുന്നു. നീ അതുവഴി പോ. രാധേട്ടാ,